യേശാവിന് കിട്ടിയ ഒരു ബർത്ത് റൈറ്റ് അവൻ വിൽക്കുകയാണ്. യേശാവിന് കിട്ടിയ ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലുള്ള ഒരു ജനനമാണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ദൈവം അവകാശമാക്കി കൊടുത്ത ഒരു ബർത്ത് റൈറ്റാണ് യേശാവിന് കിട്ടിയത്. അപ്പോൾ യേശാവ് അതിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. യേശാവ് അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത അവൻ ലോകത്തിലെ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി തനിക്ക് ദൈവം അനുവദിച്ചു തന്ന ഈ ബർത്ത് റൈറ്റ് തൻ്റെ സഹോദരനായ യാക്കോബിന് വിൽക്കുകയാണ് ചെയ്തത്. നമുക്ക് 3 കാര്യം അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏശാവിൻ്റെ കയ്യിലുണ്ടായ പാകപ്പിഴ. ഈ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് മുഴുവൻ ഒരു വാണിംഗ് ആണ് നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ബൈബിളെന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇൻസ്ട്രക്ഷനും വാണിങ്സുമാണ്. നമ്മളെ ഭയപ്പെടുത്തുകയല്ല ബൈബിൾ ചെയ്യുന്നത്, മറിച്ച് നമുക്ക് വാണിങ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കി ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ അറിയാം, വലിയ ഹെയർ പിൻ ബെൻഡുകൾ കാണാം. ഈ ബെൻഡിന് മുമ്പ് ബോർഡ് കാണാം, സ്ലോ കെയർഫുള്ളി അല്ലെ ഗോ സ്ലോ എന്നൊക്കെ പറഞ്ഞ വലിയ വാണിങ് കാണാം. കാരണം ഈ വാണിങ് നമുക്കതിന് മുമ്പ് തരികയാണ്, വലിയ അപകടം പതിയിരിപ്പുണ്ട്, അപ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് നിങ്ങളുടെ വണ്ടി ഡ്രൈവ് ചെയ്യണം എന്നുള്ള വലിയ വാണിങ് നമുക്ക് തരികയാണ്. അപ്പോൾ ഈ ബെൻഡിന് മുമ്പാണ് ഈ വാണിങ് തരുന്നത്. ഈ ബെൻഡിന് ശേഷം കൊണ്ട് ഈ ബോർഡ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതിന് മുമ്പായിട്ടാണ്, കർത്താവിൻ്റെ വരവിന് മുമ്പ് നമുക്ക് ദൈവം തരുന്ന വലിയ വാണിങ്ങുകളാണ് ഇത് മുഴുവൻ. ഇവിടെ ഓരോ ബൈബിളിലെ ഈ കഥാപാത്രങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ ആ കുറവുകളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലും ഇത് ആപ്ലിക്കബിളാണ്. പണ്ടൊരാൾ ചോദിച്ചതുപോലെ, പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം മുഴുവൻ കോഴഞ്ചേരിക്കാരായ ഞങ്ങൾക്കെങ്ങനെ ബാധകമാകുന്നെന്ന്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. കോഴഞ്ചേരിക്കാർക്കല്ല, കോട്ടയംകാർക്കും കോലഞ്ചേരിക്കാർക്കും എല്ലാ ലോകത്തിലെ 750 കോടി ജനതയ്ക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കുമായി ദൈവം അവൈലബിളാക്കി തന്നിരിക്കുകയാണ്. പക്ഷേ ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അത് നാം ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ കഥയിൽ 3 കാര്യം ഇവരെ 2 പേരെ പറ്റി നാം പഠിക്കുമ്പോൾ നാം കാണുന്നു. 3 കാര്യമാണ്. ഒന്ന്, ഈ ബർത്ത് റൈറ്റ് അവൻ വിറ്റ് കളഞ്ഞു. രണ്ടാമത്തെ കാര്യം, അവൻ അതിൻ്റെ കോസ്റ്റ്, ഈ അവൻ്റെ ബർത്ത് റൈറ്റിൻ്റെ കോസ്റ്റ് അത് വേൾഡ്ലി പ്ലഷേഴ്സാണ്, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയാണ് അവനത് വിറ്റ് കളഞ്ഞത്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നമാണ് അവൻ ഈ ബർത്ത് റൈറ്റ് വിറ്റത് കൊണ്ട് ഉണ്ടായത്. അവൻ്റെ ലോസ്റ്റ് ഹിസ് ബ്ലെസ്സിങ്സ്, അവൻ്റെ അനുഗ്രഹം അവന് നഷ്ടമായിപ്പോയി. അത് വായിക്കുമ്പോൾ, താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഈ യാക്കോബിന് ഇസഹാക്ക് ഈ അനുഗ്രഹം മുഴുവൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഏശാവ് അവൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഏശാവ് വന്ന് ഈ ഇസഹാക്കിനോട് ചോദിക്കുന്നു, അപ്പാ നിൻ്റെ ഒരനുഗ്രഹമേ ഉള്ളോ, എന്നെ കൂടെ നീ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം നമ്മുടെ കാണുന്നുണ്ട്. എത്ര വികാരപരമായ കാര്യമാണ്. കാരണം അവനിൽ ദൈവം കൊടുത്ത അനുഗ്രഹം അവൻ ലോകത്തിലെ താൽക്കാലികമായ ആ സുഖ അനുഭവത്തിന് വേണ്ടി, അല്ലെ സന്തോഷത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞിട്ട് അവൻ വീണ്ടും അപ്പനോട് വന്ന് ചോദിക്കുകയാണ്. ലോകത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പൈതലായി ദൈവം തന്നിരിക്കുന്ന ഈ ബർത്ത് റൈറ്റ്, ഈ ജന്മാവകാശം എന്ന് പറയുന്നത് ലോകത്ത് ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശമാണ്. നമുക്ക് ഓരോരുത്തർക്കും, നാം എല്ലാവരും ആ ബർത്ത് റൈറ്റിൻ്റെ അവകാശികളാണ്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ ബോൺ അഗെയിൻ എന്നാണ് പറയുന്നത്. കാരണം വീണ്ടും ജനനത്തിലൂടെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു അവകാശം തന്നിട്ടുണ്ട്. നമ്മുടെ അവകാശമാണ് ഈ ലോകത്ത് ദൈവത്തെ പ്രതിനിധീകരിക്കുക. ദൈവത്തിൻ്റെ, അതാണ് വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അംബാസിഡറായി ദൈവത്തെ പ്രതിനിധീകരിച്ച് ലോകത്തിൽ നാം നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ താൽക്കാലികമായ സുഖത്തെ,
താൽക്കാലികമായ സന്തോഷത്തിൻ്റെ പിറകിൽ നാം മയങ്ങിപ്പോയി നാം ആ ദൈവത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നതിനുമായ യേശുവിനെ നോക്കി നാം ഓടുമ്പോൾ ലോകം നമ്മളെ പലത് കാണിച്ചു വിളിക്കുകയാണ്. നാം അങ്ങോട്ട് ഉടനെ ചാഞ്ഞു പോവുകയാണ്. നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ഈ ജന്മാവകാശം എന്താണെന്ന് നാം മറന്നുപോയി ലോകത്തിൻ്റെ പിറകെ പോവുകയാണ്. ഒരു പാട്ടുണ്ട്, ലോകപാപ പിശാചെന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഞാൻ ഓർക്കും, യഥാർത്ഥത്തിൽ ലോകം, പാപം, പിശാചെന്നാണ് ആ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എഴുതേണ്ടത് തിരിച്ചല്ലായിരുന്നു. പിശാച്, പാപം, ലോകമെന്നാണ് യഥാർത്ഥത്തിൽ എഴുതേണ്ടത്. പക്ഷേ പാട്ടുകാരൻ അങ്ങനെ തെറ്റി എഴുതിയൊന്നുമല്ല, വളരെ കറക്റ്റായിട്ടാണ് എഴുതിയത്. കാരണം ഈ ലോകം എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ പിറകിൽ ഒരു പിൻസീറ്റ് ഡ്രൈവറുണ്ട്, അവനാണ് പിശാച്. കാരണം ഉൻഡാ ടി വിയിലെ പണ്ടത്തെ പരസ്യം പോലെ പിശാച് ഇങ്ങനെ കൊമ്പൊക്കെ വെച്ച് നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിയെങ്കിലും രക്ഷപ്പെടും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല പിശാച് നമ്മളെ തെറ്റിക്കുവാൻ വരുന്നത്. മറിച്ച് ലോകത്തിൻ്റെ മാസ്മരികത ഉപയോഗിച്ച്, ലോകത്തിലെ സുഖങ്ങൾ ഉപയോഗിച്ച്, ലോകത്തിലെ സന്തോഷങ്ങൾ നമുക്ക് അവൈലബിളാക്കി തന്നുകൊണ്ട്, ഇപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഇൻ്റർനെറ്റൊക്കെ വന്നതോടുകൂടി. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ അതുണ്ട്. ഏത് സുഖങ്ങൾക്കും ഏത് സൗകര്യങ്ങൾക്കും വേണ്ടി നമുക്ക് അവൈലബിളായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഈ സുഖങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ ഈ അവകാശത്തെ വിറ്റുകളയുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ 3 കാര്യം നാം മനസ്സിലാക്കും. ഒന്ന്, ഇവൻ്റെ ഈ ജന്മാവകാശത്തെ, ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവൻ്റെ അവകാശത്തെ അവൻ വിറ്റുകളഞ്ഞപ്പോൾ അവൻ എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായത്. നമുക്കറിയാം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഈ ദൈവം, ആ ഹൈറാർക്കിയിൽ അബ്രഹാം ദൈവത്തെ പ്രതിനിധീകരിച്ച് ലോകത്ത് ജീവിച്ചു. അതിനുശേഷം ഇസഹാക്ക് ജീവിച്ചു. അതിനുശേഷം ഈ ഏശാവിന് പകരം ദൈവം യാക്കോബിനെ അതിനായി ഉപയോഗിച്ചു. ഏശാവ് അവൻ്റെ ഈ ബർത്ത് റൈറ്റ് വിറ്റ് കളഞ്ഞുകൊണ്ട് യാക്കോബിനെ ദൈവം അതിനു വേണ്ടി ഉപയോഗിച്ചു. ഈ യാക്കോബിന് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി നാം കാണുന്നുണ്ട്. ഈ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാകുന്നുവെന്ന്. കാരണം ദൈവത്തിന് അബ്രഹാമും ഇസഹാക്കും യാക്കോബും മരിച്ചിട്ടില്ല. അപ്പോൾ മോശയുടെ കാലഘട്ടത്തിന് ഏതാണ്ട് 700-750 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചവരാണ് അബ്രഹാമും ഇസഹാക്കുമൊക്കെ യാക്കോബുമൊക്കെ. പക്ഷേ ദൈവം പറയുകയാണ്, അപ്പോൾ ദൈവം അനേക വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ പ്രതിനിധികളായി ലോകത്ത് ജീവിച്ച ആളിനെ സർട്ടിഫൈ ചെയ്യുകയാണ്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും എന്ന് പേർ ചൊല്ലി വിളിക്കുകയാണ്. അവരുടെ ദൈവമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകളും നമ്മളെപ്പറ്റിയും ദൈവം ഓർക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഓർക്കണം. നമ്മുടെ പേര് ചൊല്ലി ഞാൻ ഇന്നയാളിൻ്റെ ദൈവമാകുന്നു എന്ന് തലമുറയോട് പറയുവാനായിട്ടുള്ള ആ ദൈവത്തെ പ്രതിനിധീകരിച്ചുള്ള ഒരു ജീവിതമാണ് നമുക്ക് ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമുക്കും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനേകം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ, പക്ഷേ ദൈവത്തെ പ്രതിനിധീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം അനേകം ഉദാഹരണങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ കാര്യം തന്നെ നാം എടുക്കാം. ഈ യാക്കോബ് നമുക്കറിയാം, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അവൻ നേരിട്ടുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവന് ഓടിപ്പോവുകയാണ്. അവന് എന്ത് വിഷയം വന്നാലും അവൻ ഒളിച്ചു കളയും. ഇതായിരുന്നു അവന്. കനാൻ ദേശത്തു നിന്ന് അവൻ ലാബാൻ്റെ അടുത്തേക്ക് ഭയപ്പെട്ട് ഓടിപ്പോയതാണ്. അതിനുശേഷം തിരികെ വന്നു കഴിഞ്ഞപ്പോൾ യാബോക്ക് കടവിൽ നിന്ന് മുമ്പോട്ട് പോകാനാകാതെ നിൽക്കുമ്പോൾ അവനൊരു ഉപായം പ്രയോഗിച്ചു. കാരണം തൻ്റെ ദാസന്മാരെയും ദാസിമാരെയും എല്ലാം അവൻ ആദ്യമേ മുമ്പിലേക്ക് അയച്ചു. കാരണം ഏശാവ് ഏതെങ്കിലും കാര്യത്തിൽ വന്ന് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് ഓടാമല്ലോ, അവരെയല്ലേ പിടിക്കത്തുള്ളൂ എന്നുള്ള കരുതിൽ അവൻ അവരെ മുമ്പിൽ നിർത്തി. പക്ഷേ ആ രാത്രിയിൽ ദൈവം ഇസഹാക്കിന്
ഇടപെട്ടു. നമുക്കറിയാം ആ ചരിത്രം. അപ്പോൾ ഇസഹാക്ക് ആ രാത്രി മുഴുവൻ ഒരാൾ മൽപ്പിടുത്തം നടത്തി, ഈ യാക്കോബിനോട് മൽപ്പിടുത്തം നടത്തി. അവസാനം നിൻ്റെ പേരെന്താണെന്ന് അവൻ ചോദിച്ചു. യാക്കോബ് എന്ന് പറഞ്ഞു. ആ ഭാഗം വായിക്കുമ്പോൾ നാം പറഞ്ഞു, നീ ഇനിയും യാക്കോബല്ല മറിച്ച് ഇസ്രായേൽ എന്നറിയപ്പെടും എന്ന്. ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ആ ജാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അന്ന് ഇനിയും അവനെ ഓടരുതെന്നുള്ള കരുതലോടുകൂടി ആയിരിക്കും ദൈവം അവൻ്റെ കാലിൽ തൊട്ടു. അവൻ അന്ന് മുതൽ മുടന്തനായിട്ടാണ് ജീവിച്ചത്. കാരണം പിന്നെ യാക്കോബിനൊരു സൗഖ്യം കിട്ടിയോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ബൈബിളിൽ പിന്നെ കാണുന്നില്ല. കിട്ടിക്കാണാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം ഇവൻ ഓടിപ്പോകത്തില്ല. ഇത് മുടന്തനായിട്ട് അവസാനം വരെ ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ യാക്കോബിൻ്റെ പേര് മാറി ഇസ്രായേൽ എന്ന ആ നാമം സ്വീകരിച്ചപ്പോൾ ഇന്ന് നമുക്കത് മനസ്സിലാകും. ഇന്ന് ഈ ഇസ്രായേൽ എന്ന പേര് കേൾക്കുമ്പോൾ ലോകരാജ്യങ്ങൾ കിടുകിട വിറയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ഇസ്രായേലിൻ്റെ മേൽ ദൈവമുണ്ട്. അതിൻ്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒന്ന് നാം പറയണം, ഈ യാക്കോബിൻ്റെ പേര് ദൈവം ഇസ്രായേൽ എന്ന് മാറ്റിയെങ്കിൽ ആ ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ ആ യഹോവ തീർച്ചയായിട്ടുമുണ്ട്. അതിൻ്റെ അനുഗ്രഹമാണ് അവനുണ്ടായത്. മുമ്പോട്ടുള്ള ആ സ്റ്റോറി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യാക്കോബ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഏശാവ് അവനുമായിട്ട് രമ്യതയിലായി. അതിനുശേഷം അവസാനം ഈ ജോസഫിനെ അവന് നഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെ തിരികെ വന്ന കാലഘട്ടത്തിൽ അവൻ എത്രയധികം സന്തോഷത്തോടുകൂടി അവൻ ഒരുപക്ഷെ ഇന്ന് യാക്കോബ് പറയുന്നുണ്ടാകും, നീ യാബോക്ക് കടവിൽ വെച്ച് എൻ്റെ കാലിൽ തൊട്ട് എന്നെ മുടന്തനാക്കിയതിനായി നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു എന്ന്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്ത് ഇന്നില്ല. എല്ലാവർക്കും പലവിധമായ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവരാണ്. പക്ഷേ നാം ഒന്നും മറന്നു പോകരുത്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു അവകാശമാണ് നമ്മുടെ ജന്മാവകാശം, അല്ലെങ്കിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം. ഈവൻ തൻ്റെ ഈ ജന്മാവകാശം അവൻ വിറ്റുകളഞ്ഞു. രണ്ടാമത് ഈ വിറ്റതിൻ്റെ കോസ്റ്റാണ് ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമത് അവൻ്റെ അനുഗ്രഹം അവൻ നഷ്ടപ്പെടുത്തി. ഈ അനുഗ്രഹം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അവൻ എന്നേക്കുമായ ജീവിതത്തിലൊരു വലിയ നിരാശയിലേക്ക് ഈ ഏശാവ് പോവുകയാണ് ചെയ്യുന്നത്. ഈ യാക്കോബ് വലിയ അനുഗ്രഹത്തിന് പാത്രമാകുകയും ലോകം ഇന്നും അവനെ, ഈ യാക്കോബിൻ്റെ പേരുമാറ്റി ദൈവം പേരുമാറ്റിയ യാക്കോബ്, ഇസ്രായേൽ എന്ന പേരുമാറ്റിയ യാക്കോബ്, ഇസ്രായേൽ എന്നുള്ളൊരു നാമം ഇന്നത്തെ ദിവസം പോലും നാം പത്രങ്ങളിൽ വായിക്കാതിരുന്നിട്ടില്ല. ലോകം എന്നുവരെ അവസാനിക്കുന്നു അന്ന് വരെ ഇസ്രായേലിൻ്റെ നാമം എപ്പോഴും ഉയർന്നു നിൽക്കും. അതാണ് ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ദൈവത്തെ പ്രതിനിധീകരിച്ച് നാം ലോകത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ലോകത്തിലെ അനേകം സുഖങ്ങൾ നമുക്ക് മുമ്പിൽ വരുമ്പോൾ നാം ദൈവമാണ് നമ്മുടെ അകത്തിരിക്കുന്നതെങ്കിൽ, ദൈവത്തെ നാം അക്സെപ്റ്റ് ചെയ്തവരാണ്, യേശുവിനെ അക്സെപ്റ്റ് ചെയ്തവരാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ലോകത്തിൻ്റെ സുഖത്തിന് പുറകെ പോകുവാൻ സാധിക്കുകയില്ല. ഈ ദൈവത്തിലുള്ള സന്തോഷം നാം ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി നാം പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ വിശക്കും. അപ്പോൾ നാം വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പം ആരെങ്കിലും എന്നോട് വന്ന ഒരാൾ പറയുകയാണ്, ഒരു ഓഫർ തരികയാണ്, നമുക്ക് KFC പോയി വല്ലതും ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നാമൊക്കെ ആ ഓഫർ സ്വീകരിച്ച്, കാരണം നാം നല്ല വിശന്നിരിക്കുകയുമാണ്, ആ കൂട്ടത്തിൽ നാം പോയി KFC പോയി കഴിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ ഇപ്പം താജ് മലബാറിൽ പോയി ഒരു 7 കോഴ്സ് ലഞ്ചും കഴിഞ്ഞാണെങ്കിൽ വെളിയിലോട്ടിറങ്ങി വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ഒരാൾ ഇതുപോലെ വന്ന് പറയുകയാണ്, സഹോദര നമുക്ക് KFC കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോമോ?
ഇല്ല. കാരണം ഇതിനേക്കാൾ അപ്പുറത്തെ സന്തോഷത്തിൽ ഞാൻ ആയിരിക്കുകയാണ്. 7 കോഴ്സ് ലഞ്ച് കഴിഞ്ഞിരിക്കുന്ന എനിക്കിപ്പോൾ ഒരു KFCയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറയും ഇതുപോലെയാണ് ദൈവത്തിലുള്ള ഈ 7 കോഴ്സ് ഡിന്നറല്ലേ ലഞ്ച് കഴിക്കുന്ന അതേ ആ അവസ്ഥയിൽ, അതേ സന്തോഷത്തിൽ നാം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ സന്തോഷം നാം അനുഭവിക്കുകയാണെങ്കിൽ, ഈ ലോകം നമ്മളോട് കാണിക്കുന്ന ഈ ചെറിയ സന്തോഷത്തിൻ്റെ പുറകെ ഒരിക്കലും നാം പോകത്തില്ല. അത് ആ സന്തോഷം നാം അനുഭവിക്കാത്തത് കൊണ്ടാണ് ലോകം കാണിക്കുന്ന സന്തോഷത്തിൻ്റെ പുറകെ നാം ഓടിപ്പോകുന്നത്. ഒരിക്കൽ ഈ സ്പോർട്സ് കോട്ടായിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ വലിയ കടമയല്ലേ, നമ്മുടെ ആ ബർത്ത് റൈറ്റിൻ്റെ സീരിയസ്നെസ് ഏശാവ് അതിനെ അലക്ഷ്യമാക്കി കളയുകയാണ് ചെയ്തത്. ഏശാവ് അതിനൊരു സീരിയസ്നെസ്, ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. മുമ്പേ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കിയാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഇടത്തുനിന്നും വലത്തുനിന്നും ലോകം നമ്മളെ പലത് കാണിച്ച് മോഹിപ്പിക്കുമ്പോൾ അതിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ഈ സ്പോർട്സ് കോട്ടായിൽ ഈ പോലീസ് ജോലി കിട്ടിയ ഒരു വ്യക്തി, ഇദ്ദേഹം സ്പോർട്സ് കോട്ടായിലാണ് ഈ പോലീസുകാരന് ജോലി കിട്ടിയത്. അവന് ഓട്ടമാണ് അവൻ്റെ ഐറ്റം. അപ്പോൾ ഒരിക്കൽ ഒരു കള്ളനെ പിടിക്കുവാനായിട്ട് ഈ പോലീസുകാരൻ ഒരു കള്ളൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. കള്ളൻ നല്ല സ്പീഡിൽ ഓടുകയാണ്. ഇതിൻ്റെ പുറകെ ഈ പോലീസുകാരനും ഓടുകയാണ്. ഓടിക്കൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സമയമായപ്പോൾ ഈ പോലീസുകാരൻ ഈ കള്ളനെ ഓവർടേക്ക് ചെയ്ത് ഓടിപ്പോയി. അപ്പം ഈ ഓടിപ്പോയ സമയത്ത് ഈ പോലീസുകാരൻ വിചാരിച്ച് ഞാനൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിച്ച് ഇത് ഓടി അങ്ങ് അപ്പുറത്ത് കിടന്നു. കള്ളൻ്റെ വഴിക്ക് പോയി. പോലീസുകാരന് സസ്പെൻഷനും കിട്ടി. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലാണ്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമുക്കൊരു ലക്ഷ്യം, കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ച ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നാം ഓടുമ്പോൾ ലോകം ഒരുപാട് കാര്യത്തിൽ നമ്മെ നോക്കി മോഹിപ്പിക്കും, നമ്മെ മാടി വിളിക്കും, നമ്മെ പലത് കണ്ട് പ്രലോഭിപ്പിക്കും. ഇത് നിരന്തരം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും അധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ ഏറ്റവും അധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്തോഷം, ദൈവത്തിലായൊരു വ്യക്തിയുടെ സന്തോഷം എന്താണെന്ന് നാം അറിഞ്ഞാൽ, നാം മനസ്സിലാക്കിയാൽ, ഈ ലോകത്തിൻ്റെ ചെറിയ സന്തോഷത്തിൻ്റെ പിറകെ നാം ഒരിക്കലും പോവുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും പ്രിയമുള്ളവരെ, വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ഇത് തന്നെ ഒരു കാര്യത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. മാത്യു 22:20-21. മത്തായി 22:20-21. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചതിന് കൈസരുടേതെന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന കാര്യം മാത്രമൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഈ പണത്തിൻ്റെ കാര്യത്തിൽ പരീക്ഷന്മാരവനെ കുടുക്കുവാനായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങളാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ പണത്തിൻ്റെ ആ നാണയം എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഇവരിത് കാണിച്ചു. ആരുടെ പടമാണ് ഇതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കൈസറുടെ പടമാണ് ഈ ആലേഖനം ചെയ്യിക്കുന്നത്. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, കൈസറുടെ പടം ആലേഖനം ചെയ്ത ഈ പണം നീ കൈസർക്ക് കൊടുത്തേക്ക്. ലോകത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ പണം നീ കൈസർക്ക് കൊടുത്തേക്ക്. പക്ഷേ എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന, എൻ്റെ പടം ആലേഖനം ചെയ്തിരിക്കുന്ന നിന്നെ നീ ലോകത്തിന് വിറ്റുകളയരുത്. അതാണ് കർത്താവ് അവിടെ ആഗ്രഹിക്കുന്നത്. നമ്മ ഓരോരുത്തരും യേശുവിനെ അനുഭവിച്ച്, യേശുവിനെ അക്സെപ്റ്റ് ചെയ്ത്, നമ്മുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ പടത്തെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്ന നാം വേറെ എന്ത് കണ്ടാലും അത് പോകാതെ കർത്താവ് ആഗ്രഹിക്കുന്നു, നീ അത് നിന്നെ അകത്താക്കി, എൻ്റെ പടം ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന നിന്റെ ഹൃദയത്തിൽ ഞാനാണിരിക്കുന്നത്. എന്നെ
ഉൾപ്പെടെ നീ ലോകത്തിന് വിറ്റുകളയരുത്. ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയ പദവിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഞാൻ പറയും, ഈ ലോകത്ത് ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് പറയുകയാണെങ്കിൽ അത് നാം ഓരോരുത്തരുമാണ്. മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ ബിൽ ഗേറ്റ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനമുള്ള ആളുകളോ അല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. കർത്താവിനെ അക്സെപ്റ്റ് ചെയ്ത, കർത്താവിനെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം കിട്ടിയ നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും കർത്താവിൻ്റെ ഹിതത്തിന് എതിരായിട്ട് പോകുവാൻ നമുക്ക് ഇടയാകത്തില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, നിന്നെ എനിക്ക് വേണം. എൻ്റെ പടം ആലേഖനം ചെയ്ത നിന്നെ അത്രയധികം വില കൊടുത്താണ് ഞാൻ വീണ്ടെടുത്ത് എന്നെ റെപ്രസെൻ്റ് ചെയ്യുവാനായിട്ട് ആക്കിയിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിന്നെ തന്നെ ഈ ലോകത്തിന് വിറ്റുകളഞ്ഞ് നിനക്ക് കിട്ടുവാനുള്ള വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ വലിയ അനുഗ്രഹമാണ് ഇത്. ഈ ലോകത്തിലെ ഒരു കാര്യവുമല്ല അവിടെ പറയുന്നത്. കാരണം ലോകത്തിലെ ഏത് വലിയ അനുഗ്രഹവും നമുക്ക് കിട്ടിയാലും അത് ഒരു കണ്ണും കാണാതിരിക്കത്തില്ല. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇപ്പോൾ ഏറ്റവും വലിയൊരു കാറ് കിട്ടുമെന്നാണ് പറയുന്നതെങ്കിൽ അത് ആ ഷോറൂംകാരോ അതിൻ്റെ മാനുഫാക്ചറോ എങ്കിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം പറയുന്ന കാര്യം ഒരു നാളും ആരും കണ്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹമാണ്. അത് മറ്റൊന്നുമല്ല, ഇറ്റേണൽ ലൈഫ്, നിത്യത, ദൈവത്തോടൊത്തുള്ള ആ വാസം അവൻ നമുക്ക് ഓഫർ ചെയ്ത് തന്നിരിക്കുകയാണ്. അത് നശിപ്പിക്കുവാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ നാം വളരെയധികം കെയർഫുള്ളായിട്ട് നിൽക്കേണ്ട കാലഘട്ടമാണ്. കാരണം പിശാച് അനേകം രീതിയിൽ നമ്മളെ തെറ്റിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മുൻപേ പറഞ്ഞു, ലോകത്തിൻ്റെ പിറകിൽ പിശാചാണ് നിൽക്കുന്നത്. പിശാച് പിൻസീറ്റ് ഡ്രൈവറാണ്. പലവിധമായ മോഹങ്ങൾ കാണിച്ച് നമ്മെ തെറ്റിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രക്ക് വന്ന് ഒരു സ്കൂട്ടറിൽ ഇടിച്ചാൽ എല്ലാവരും കൂടെ കയറി ഈ ട്രക്കിനെ അടിച്ച് അതിൻ്റെ ഗ്ലാസ്സും ഒക്കെ അടിച്ച് ചിലപ്പോൾ പൊട്ടിക്കുന്നത് കാണാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നു, ഈ ട്രക്ക് വെളിയിൽ കാണുന്നുള്ളതേ ഉള്ളൂ. ഈ ട്രക്കിനകത്ത് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സ് ഇരിപ്പുണ്ട്, ഒരു ഡ്രൈവർ എന്ന് പറയുന്നൊരു ഫോഴ്സ് ഇരിപ്പുണ്ട്, അല്ലേ? ട്രക്കിനെ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല, ട്രക്ക് തല്ലി പൊട്ടിച്ചിട്ട് കാര്യമില്ല. ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ലോകം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. പക്ഷേ ലോകത്തിൻ്റെ പിറകിൽ ലോകത്തിൻ്റെ പിറകിൽ ഈ പിശാച് നിന്ന് നമ്മെ തെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് പറയാമോ എനിക്കറിയില്ല. നമുക്ക് നേരത്തെ ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, റാബ്രി ദേവി എന്നവരുടെ പേര്. അപ്പോൾ ഇവർ മുഖ്യമന്ത്രി ആയപ്പോൾ അവർ മുഖ്യമന്ത്രി ആകാനുള്ള അവർ വേറൊരു ഹൗസ് വൈഫായ ലേഡിയാണ്. എനിക്ക് തോന്നുന്നവർക്ക് വലിയ ക്വാളിഫിക്കേഷനൊന്നും ഉള്ളതല്ല. ഈ ലല്ലു പ്രസാദ് എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ഒരു സ്കാമിൽ പെട്ടതുകൊണ്ട് അന്ന് രാജിവെക്കേണ്ടി വന്നതുകൊണ്ട് പുള്ളിക്ക് വേറെ ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് തൻ്റെ വൈഫിനെ തന്നെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. പക്ഷേ അന്നത്തെ പറച്ചിലും പത്രങ്ങളിലൊക്കെ എഴുതുന്നത് ഈ റാബ്രി ദേവി മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ ആ കസാറയിൽ ഇരിക്കത്തുള്ളൂ. അവർ രാവിലെ ഒന്നും അവർക്കറിയത്തില്ല എന്തോ ചെയ്യേണ്ടതെന്ന് നോക്കുന്നു ഒന്നും. പക്ഷേ ഭരണം മുഴുവൻ നടത്തുന്ന ആരാ? തൻ്റെ ഹസ്ബൻഡായ ഈ ലല്ലു പ്രസാദ് യാദവാണ്. ഡയറക്ഷൻസ് കൊടുക്കുന്നതും എല്ലാം ഈ ലല്ലു പ്രസാദാണ്, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡാണ്. പക്ഷേ ആ പൊസിഷൻ ഇരിക്കുന്നത് ഇവനാണ്. ഇതുപോലെ ആണ്. അപ്പോൾ ലല്ലു പ്രസാദ് ഒരു പിൻസീറ്റ് ഡ്രൈവിങ് നടത്തുകയാണ്. ലല്ലു പ്രസാദും കേട്ടെങ്കിൽ എന്നെ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എങ്കിലും ഭാഷ അറിയാൻ മേലാത്ത രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരെയും ലോകം കാണുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്, വളരെ മനോഹരമായിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പിറകിൽ ഈ പിശാച് ഇരുന്ന് നമ്മെ തെറ്റിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ദൈവത്തെ പ്രതിനിധീകരിച്ച് ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവത്തെ നാം സീരിയസ് ആയിട്ട് നാം അറിയണം. ആരാണ് ഈ ദൈവം? അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ്, ഈ ദൈവം
നമ്മെ ഇവിടെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കൂട്ടുവിശ്വാസികളോടുള്ള അനുകമ്പ, അല്ലെ കൂട്ടുവിശ്വാസികൾ മാത്രമല്ല മറ്റുള്ളവരോടുള്ള അനുകമ്പയും കരുതലും നമുക്ക് അത്യാവശ്യമാണ്. നാം ഒരു ദൈവ പൈതലാണ്. നാം ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്താണ് ഇവിടെ ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർ അറിയേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. ഞാൻ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്ത് ജീവിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, അത് വേറൊരാൾ പറയുമ്പോഴാണ് അതിന് കൺഫർമേഷൻ കിട്ടുന്നത്, ഇവൻ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നതെന്ന്. കൊൽക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒരിക്കൽ ഒരു അന്ധയായ, ഒരു കണ്ണ് കാണാൻ വയ്യാത്തൊരു പെൺകുട്ടി ഒരിക്കലും ഈ ആപ്പിൾ വിറ്റുകൊണ്ട്, പ്ലാറ്റ്ഫോമിൽ ആപ്പിൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണത്. അപ്പോൾ ഒരു ട്രെയിൻ വന്നപ്പോഴത്തേക്ക് ആളുകളെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓട്ടമാണ്. ഓടി ആരുടെയോ കാല് തട്ടി ഈ കുട്ടി വിറ്റുകൊണ്ടിരിക്കുന്ന ഈ ആപ്പിളുകൾ മുഴുവൻ മറിഞ്ഞ് താഴെ വീണു, ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണു. അപ്പോൾ ആളുകളൊക്കെ ഓട്ടം തുടർന്നു. ട്രെയിൻ വന്നു, പലരും പല ആപ്പിളുകളെല്ലാം ചവിട്ടി ഒക്കെ പോയി അങ്ങ് ട്രെയിനിൽ കയറിപ്പോയി. പക്ഷെ ഒരു വ്യക്തി ഈ കാഴ്ച കണ്ടു. അദ്ദേഹം ആ ട്രെയിന് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. അദ്ദേഹം ആ ട്രെയിനിൽ കയറിയില്ല. അദ്ദേഹം നേരെ ഈ കുട്ടി അന്ധയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവൾക്ക് കാഴ്ചയില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പോലും അവൾക്ക് അറിയില്ല. ഇദ്ദേഹം ഈ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട്, മോളെ ഞാൻ നിന്നെ സഹായിക്കാം, താഴെ വീണ് കിടന്ന എല്ലാ ആപ്പിളുകളും എടുത്ത് ഈ കുട്ടിയുടെ ഈ വണ്ടിയിൽ വെച്ചു കൊടുത്തു. അവളെ സഹായിച്ചു. അപ്പം അതിനകത്ത് കുറേ ഡാമേജ്ഡായ ആപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 10 കിലോ ആപ്പിൾസ് വേണം. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇത് ഡാമേജ് അല്ലാത്തത് നോക്കി അങ്കിൾ തന്നെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, എനിക്ക് ഡാമേജ് ആയത് കുഴപ്പമില്ല, എനിക്ക് ജ്യൂസ് അടിക്കാനാണ്, ഞാൻ ആ ഡാമേജ് മതി, ഞാനത് എടുത്തോളാം. അവൾ 10 കിലോ ആപ്പിളും കൊടുത്തു. ഏതാണ്ട് അതിൻ്റെ എമൗണ്ട് എത്ര എന്ന് പറഞ്ഞു, അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ കുട്ടി ഇദ്ദേഹത്തോട് ചോദിച്ചു, സർ അങ്ങ് യേശു ആണോ? അപ്പം അദ്ദേഹം ചോദിച്ചു, അത് നമ്മൾ അങ്ങനെ പറയുന്നത്? അല്ല, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കഷ്ടതയിൽ യേശു നിന്നെ സഹായിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ഈ വലിയ കഷ്ടതയിൽ എല്ലാം എൻ്റെ ജീവിത മാർഗം നശിച്ചു പോകുന്ന ഈ വലിയ കഷ്ടതയിൽ എന്നെ സഹായിക്കുവാനായിട്ട് വന്ന അങ്ങ് യേശുവാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവല്ല, പക്ഷെ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണ്ടായോ? നമ്മളെ കാണുന്ന ഒരു വ്യക്തി, ഞാനിപ്പോൾ ഈ ഒരു ഉദാഹരണം ശരിക്കും പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ അനേകർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരും. നമുക്ക് നന്മ ചെയ്യുവാൻ ഒരവസരം ദൈവം നമ്മുടെ മുമ്പിൽ തരുമ്പോൾ നാം ഒരിക്കലും അതിനോട് നോ പറയാൻ പാടില്ല. നമ്മളാൽ കഴിയുന്ന ഒരു നന്മ, നമ്മളാൽ കഴിയുന്ന, നിനക്ക് കഴിയാത്തൊരു കാര്യം ദൈവം ഒരിക്കലും നിൻ്റെ മുമ്പിൽ അവൈലബിൾ ആക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ നിൻ്റെ മുമ്പിൽ നാം യേശുവിനെ പ്രതിനിധീകരിച്ച് ലോകത്ത് ജീവിക്കുമ്പോൾ ആ യേശുവിൻ്റെ ആ മറ്റുള്ളവരോടുള്ള കരുതലും സ്നേഹവും നാമും മറ്റുള്ളവരോട് കാണിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത്, മറ്റുള്ളവരോടുള്ള ആ കരുതൽ, സ്നേഹം. കർത്താവ് യഥാർത്ഥത്തിൽ ഈ 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വന്ന് ലോകത്തിൽ ഇത്രയധികം വേദന നിറഞ്ഞ ഒരു ക്രൂശ് മരണം സഹിച്ചത് കർത്താവിൻ്റെ ഒരാവശ്യത്തിനുമായിരുന്നില്ല. അവൻ എന്നെയും നിങ്ങളെ ഓർത്തപ്പോൾ അവൻ്റെ സ്നേഹം കൊണ്ട് ചെയ്തത് മാത്രമാണ്. ഞാൻ ആലോചിക്കും, 33.5 വർഷക്കാലം യേശു ലോകത്ത് ജീവിച്ചപ്പോൾ ഈ 33.5 വർഷക്കാലം അവൻ പലവിധമായ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ലോകത്ത്. പക്ഷെ ഒരു അത്ഭുതം പോലും അവന് വേണ്ടി സ്വയം ചെയ്തിട്ടില്ല, അല്ലേ? അവന് വിശന്നപ്പോൾ വേണമെങ്കിൽ കർത്താവിന് പറയാമായിരുന്നു, അവനൊരു അത്ഭുതം പ്രവർത്തിച്ച് അത് സാറ്റിസ്ഫൈ ചെയ്യാമായിരുന്നു. പക്ഷെ കർത്താവ് ചെയ്തിട്ടില്ല. കർത്താവ് ചെയ്ത അത്ഭുതം എല്ലാം അവൻ മറ്റുള്ളവർക്ക് വേണ്ടി കമ്പാഷനേറ്റ് ഗ്രൗണ്ടിലാണ് അവൻ ചെയ്ത മുഴുവൻ
അവൻ്റെ അത്ഭുതങ്ങളും. ഇന്ന് ഓരോ അത്ഭുതങ്ങളും വായിച്ചു നോക്കിയാൽ നാം 5 അപ്പം കൊണ്ട് 5000 പേരെയൊക്കെ പോഷിപ്പിക്കുന്ന കഥ നാം കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അതൊരു അനുകമ്പയിലാണ് അവനത് ചെയ്യുന്നത്. കാരണം ഇവർ വിശന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഇവർക്ക് മുമ്പോട്ട് പോകുവാൻ നിവൃത്തിയില്ല. ദൈവത്തിന് ഓരോരുത്തരെ പറ്റിയുമുള്ള അനുകമ്പ, അവൻ്റെ മനസ്സലിവ്. ലാസറിൻ്റെ കബറിടത്തിൽ വന്ന് യേശു ആദ്യം ആയിട്ട് കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞു. കാരണം യേശു ഈ കണ്ണുനീർ വാർക്കുമ്പോൾ യേശുവിനറിയാം അടുത്ത നിമിഷം ഈ ലാസറിനെ ഞാൻ ഉയർപ്പിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ സഹജീവികളോട് വീണ്ടെടുത്ത തൻ്റെ ഈ ജനത്തോടുള്ള അവരുടെ കഷ്ടതയിൽ, അവരുടെ കണ്ണുനീരിൽ യേശു താതാത്മ്യം പ്രാപിക്കുകയാണ്. യേശു കൂടെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. യാക്കോബിൻ്റെ കൂട്ടത്തിൽ അവസാനത്തോളം നിന്ന ആ ദൈവം, അവനെ അനുഗ്രഹിച്ച ആ ദൈവം തീർച്ചയായിട്ടും നാമും ലോകത്തെ റെപ്രസെൻ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കഷ്ടതയിലും നമ്മുടെ ആവശ്യ സമയത്ത് തീർച്ചയായിട്ടും കർത്താവ് സഹായിക്കും. ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. ഗോഡ് ഷാൽ സപ്ലൈ ഓൾ അവർ നീഡ്സ്, നോട്ട് ഗ്രീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെ അവൻ തീർച്ചയായിട്ടും അവൻ സഹായിക്കും. ഇന്ന് വരെ ആരുടെയും ആവശ്യങ്ങളിൽ അവൻ സഹായിക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് അത് ദൈവത്തിൻ്റെ മുമ്പാകെ നിനക്കത് അത് അത്യാഗ്രഹം കൊണ്ടാണെന്ന് കർത്താവിന് മനസ്സിലായതുകൊണ്ടാണ്. നിനക്ക് തോന്നുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നിനക്കത് വേണോ വേണ്ടായോ എന്നുള്ളത് എന്തും നമ്മുടെ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. നമുക്ക് എന്തും ചോദിക്കാം. ഇനിയിപ്പം നമ്മൾ കർത്താവിന് തരാൻ പറ്റാത്ത ഒരു കാര്യം, ഇപ്പോൾ ഒരു 2 വയസ്സുകാരൻ ഒരു ബൈക്ക് വേണമെന്ന് ചോദിച്ചാലും കർത്താവ് അവനെ വന്ന് വടിയെടുത്ത് അടിക്കത്തൊന്നുമില്ല. കർത്താവ് അവൻ ചോദിച്ചാലും പക്ഷേ കൊടുക്കണോ വേണ്ടായോ എന്നുള്ളതിൻ്റെ, അവനത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് ആര് തീരുമാനിക്കും? ദൈവം തീരുമാനിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. വില്യം ബൂത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടറാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്രസംഗത്തോടുകൂടി, ആ പ്രസംഗം ഏറ്റിരുന്ന ദിവസം അന്ന് രാത്രി അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡായി എന്ന് മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുകയാണ്. വില്യം ബൂത്തിന് പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇതിൻ്റെ സംഘാടകർ വില്യം ബൂത്തിൻ്റെ അടുത്ത് ചെന്ന്, ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു പ്രസംഗം എഴുതിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു പ്രസംഗം എഴുതി കൊടുത്ത് അത് കവറിനകത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവർ വില്യം ബൂത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ വില്യം ബൂത്ത് എഴുതി തന്ന പ്രസംഗം ഇവിടെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസംഗം എടുത്ത് കവറ് പൊട്ടിച്ച് വായിച്ചു. അതിനകത്ത് ഒരേ ഒരു വേർഡ് എഴുതിയിട്ടുള്ളൂ. എന്താണെന്നറിയാം? അതേഴ്സ്, മറ്റുള്ളവർന്ന് മാത്രമാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം ജീവിതകാലത്ത് ചെയ്ത അനേകം പ്രസംഗങ്ങൾ കൊണ്ട് നേടിയതിനേക്കാൾ ഡബിൾ മെഷറിൽ ആളുകൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ കൂടെ ആ ദൈവത്തിലേക്ക് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ പറഞ്ഞത് മറ്റുള്ളവരോടുള്ള ഈ കരുതൽ, മറ്റുള്ളവരോടുള്ള ഈ വലിയ സ്നേഹവും കരുതലും നമ്മുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നാം എപ്പോഴും ദൈവത്തിനെ, ഞാനൊരു തെറ്റായ കാര്യം, ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നാണം കേട് അനുഭവിക്കുന്നത് എന്നെ വീണ്ടെടുത്ത, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന യേശുവാണെന്ന്. അംബാസഡർ ഓഫ് ക്രൈസ്റ്റ് നാം പറയുമ്പോൾ, ഇപ്പം അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ അമേരിക്കയിൽ പോയി ബീച്ചിലൂടെ ഒക്കെ കറങ്ങി നടന്ന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ ഒളിച്ചോടി മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ വളരെ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും പറയുമോ? അവന് ഇന്ത്യ ഗവൺമെൻറ് വിട്ടതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്താണ് അവൻ അമേരിക്കയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നതാണ് അവൻ കേൾക്കേണ്ടത്, അതനുസരിച്ചാണ് അവൻ ജീവിക്കേണ്ടത്. അവന് സ്വയമായി ജീവിക്കുവാൻ സാധ്യമല്ല. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായ നമുക്ക് അവകാശമായി കിട്ടിയ ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള ഈ അവകാശത്തിനെ ലോകത്തിന് വിൽക്കാതെ നാം ദൈവത്തിന് വേണ്ടി, ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഞാൻ ചിലപ്പോൾ ഓർക്കും, നമുക്ക് ചിലപ്പം ഇതൊക്കെ സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം നമുക്ക് കർത്താവ്
ശിക്ഷ തരാത്തത് കൊണ്ടാണെന്ന് ചിലപ്പോൾ ഓർക്കും. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ഉടൻ ദൈവം ഒരു ശിക്ഷ തന്നിരുന്നെങ്കിൽ അടുത്ത പാപം ചെയ്യാൻ ഇച്ചിരി നമ്മളൊന്ന് ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ, അല്ലേ? പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ ഒരു രീതി അങ്ങനെയല്ല, ബൈബിൾ അങ്ങനെയല്ല. പക്ഷേ അന്നേരം ശിക്ഷ തന്നില്ലെന്ന് പറഞ്ഞ് ശിക്ഷയില്ലെന്ന് ബൈബിളിൽ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ പണ്ടൊരിക്കൽ ജർമ്മനിയിലൊരു കാറ് ഞാനോടത്ത് വായിച്ചതാണ്. ഒരു കാർ ഇറക്കിയിരുന്നു, ബെൻസ് കാറ്. അപ്പോൾ ഈ ബെൻസ് കാറിലൊരു അവർ ഈ സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് ഒരു റോബോട്ട് പോലൊരു ഒരു കൈ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇതെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കാറ് ഈ ഡ്രൈവർ ഇങ്ങനെ ഓടിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഈ ഡ്രൈവിങ്ങിൻ്റെ റൂൾസിന് വിപരീതമായിട്ട് ഈ ഡ്രൈവർ ചെയ്താൽ ഈ കൈ ഒരൊറ്റ അടിക്കും. അപ്പോൾ ആദ്യം ചെറിയ തെറ്റിനൊക്കെ ചെറിയ ശിക്ഷ കൊടുക്കും. അല്ല, ഇവനിപ്പോൾ ഒരു സിഗ്നൽ ലൈറ്റ് കണ്ടു, റെഡ് കണ്ടു, ഇവനങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പടപെടാന്ന് 2 അടി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പം പിന്നെ അവൻ ഒരിക്കലും അടുത്ത സിഗ്നൽ അവൻ ചെയ്യത്തില്ല. അവൻ എപ്പോഴും കോഷ്യസ് ആയിരിക്കും, എപ്പോഴും വളരെയധികം വളരെ വലിയ ത്രെട്ടാണ് ഇത്. ഏത് സമയവും അടി വീഴുമെന്ന് പേടിച്ച് ഇങ്ങനെ കെയർഫുള്ളായിട്ട് അവൻ മുമ്പോട്ട് പോകത്തുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ഒരു രീതി അങ്ങല്ല. ഞങ്ങളൊരിക്കൽ കാനഡയിൽ പോയപ്പോൾ കാനഡയിലൊരു മലയാളി ഫാമിലി ഞങ്ങളോട് പറഞ്ഞ് ഒരു കഥയാണ്. അപ്പോൾ അവർ പറഞ്ഞു, കഥയല്ല, റിയൽ സ്റ്റോറി അവർ നമ്മളോട് പറയുക. ഈ കാനഡയിലൊക്കെ ഈ ചൈൽഡ് അബ്യൂസ് വലിയ പ്രശ്നമാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം പേരൻസിന് കൊച്ചു കുട്ടികളെ ഒന്ന് വഴക്ക് പറയാൻ പറ്റത്തില്ല. അവരോടൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ ഉടനെ ഇവൻ പറയുന്നത്, ഈ കുട്ടി പറയുന്നത്, ഐ വിൽ കോൾ ദ പോലീസ്, പോലീസിനെ ഞാൻ വിളിക്കുമെന്നാണ് പറയുന്നത് പേരൻസിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ പേരൻസിന് ഒരു നിവൃത്തിയില്ല, ഇവൻ എന്ത് കാണിച്ചാലും അതിനെല്ലാം സഹികെട്ട് അനുവദിച്ചു കൊടുക്കുകയാണ്. കാരണം ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യും? കാരണം സ്കൂളിലൊക്കെ ഈ പോലീസിൻ്റെ നമ്പർ എഴുതി വെച്ചിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പേരൻസിൻ്റെ കയ്യിൽ നിന്നോ സിബ്ലിങ്സിൻ്റെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ടോർച്ചറിങ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉടൻ നിങ്ങൾ ഇതിനെയൊക്കെ വിളിച്ചാൽ മതി, ഉടൻ അവരെ വന്ന് പൊക്കിക്കൊണ്ട് പോകും പോലീസ്. ഇതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ സ്ഥിതി? അപ്പോൾ അവർ പറയായിരുന്നു. അപ്പോൾ ഈ മലയാളിയല്ലേ, എവിടെ ചെന്നാലും ഇതിനൊക്കെ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇവരൊരു മാർഗം കണ്ടുപിടിച്ചതിന്. ഇപ്പോൾ 2 കൊച്ചു കുട്ടികളുണ്ട് അവർക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളൊരു പണി ചെയ്തു. ഇവൻ കാനഡയിൽ വെച്ച് വീട്ടിൽ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഓരോ ദിവസം ഇഷ്ടംപോലെ തെറ്റുകളാണ്. കാരണം അവൻ ഫ്രീ ആണല്ലോ, ഒന്നിനും പ്രശ്നമില്ല. അതുകൊണ്ട് എന്നും 2ഉം 3ഉം തെറ്റുകൾ ചെയ്യും. അപ്പോൾ ഈ തെറ്റുകളെല്ലാം ഒരു ബുക്കിൽ ഡേറ്റ് വെച്ച് എന്താണെന്നുള്ളതിൻ്റെ റീസണൊക്കെ ഇങ്ങനെ എഴുതി വെക്കും, കംപ്ലീറ്റ് എഴുതി വെക്കും. അപ്പം ഇവർ ഒരു 3 കൊല്ലം 4 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഇങ്ങ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ഇവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങോട്ട് എടുക്കും. ഈ ലിസ്റ്റ് എടുത്തിട്ട് ഇപ്പം അതിനകത്ത് 4 വർഷം കൊണ്ട് ചിലപ്പോൾ ഒരു 60 പാപം കാണും, അല്ലെങ്കിൽ തെറ്റ് കാണും. ഒരു 60 അടി കൊടുത്തിച്ചേ വെളിയിലോട്ട് ഇറക്കത്തുള്ളൂ 2-ന്. അപ്പം ഇന്ത്യയിൽ ഇത് ചെയ്താൽ കുഴപ്പമില്ല. കാരണം പേരൻസിൻ്റെ അണ്ടറിൽ 18 വയസ്സ് വരെ പ്രശ്നമില്ല, അത് വളർത്താം, അത്യാവശ്യം അടിയൊക്കെ കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ കർത്താവിൻ്റെ ഒരു രീതി ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ ഞാൻ ഓർക്കും. കാരണം അന്നേരം ഉടൻ കാറിൻ്റെ ഡ്രൈവറെ അടിക്കുന്നത് പോലെ അന്നേരം ശിക്ഷ കിട്ടത്തില്ല. അന്നേരം ശിക്ഷ കിട്ടിയിരുന്നത് നാമൊക്കെ എന്നേ രക്ഷപ്പെട്ടു പോയേനെ. കാരണം അന്നേരം ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഒരു പാപവും നാം 2 പ്രാവശ്യം ആലോചിച്ചേച്ച് ഒരു പാപം ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യത്തുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ ഇതല്ല. പക്ഷേ അതിന് ശിക്ഷയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അത് തൽക്കാലത്തേക്ക് അവൻ്റെ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിന് നാം വിധേയമാകും. അന്ന് നാം തീർച്ചയായിട്ടും അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാണം കെട്ട് TV സ്ക്രീനിൽ നാം ഒക്കെ രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്ത ഈ പാപങ്ങൾ, ഞാൻ ചെയ്ത പാപം മുഴുവൻ TV സ്ക്രീനിൽ ഇങ്ങോട്ട് ആളുകളുടെ മുമ്പിൽ കാണാൻ തുടങ്ങിയാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ നിൽക്കുമോ അവിടെ? ഇതാലോചിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുത്തുകയല്ല, പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, വാണിങ്ങാണിത്. അതാണ് ആദ്യമേ പറഞ്ഞത്. ബൈബിൾ പറയുന്നതെല്ലാം വാണിങ്ങാണ്. നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു അവസരം ദൈവം തന്നിരിക്കുകയാണ്. അവൻ്റെ 2ാമത്തെ വരവ് വരെ ഇത് കറക്റ്റ് ചെയ്ത് അവനെ റെപ്രസെൻ്റ് ചെയ്ത് യേശുവിൻ്റെ പ്രതിനിധിയായി ഈ ലോകത്ത് ജീവിക്കുവാൻ അവൻ നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോഴേ ഉള്ള ഈ സമയം. കർത്താവിൻ്റെ വരവോടുകൂടി ആ സമയം തീരും. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ എടുക്കപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരും എടുക്കപ്പെടാതെ ഇവിടെ കിടക്കുന്നവർക്കൊരു വലിയ ദുരന്തവുമാണ് സംഭവിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അനേകം ആവശ്യങ്ങളും അനേകം പ്രശ്നങ്ങളുമൊക്കെ വരുമ്പോഴും നാം ആലോചിക്കണം, നമുക്ക് ദൈവം തന്ന ആ ബർത്ത് റൈറ്റ് അതിനെ വിറ്റുകളഞ്ഞ്, ലോകത്തിലെ താൽക്കാലികമായ സുഖത്തിന് വേണ്ടി വിറ്റുകളഞ്ഞ് നാം നമ്മുടെ അനുഗ്രഹത്തെ നഷ്ടമാക്കി കളയരുത്. ഒരാളുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫാനി ക്രോസ്ബിയെ പറ്റി. ഈ ഫാനി ക്രോസ്ബി എന്ന് പറഞ്ഞ വനിത ഡ്രോമി നിയറർ ഉൾപ്പെടെ ഏതാണ്ട് 7000 പാട്ടുകൾ എഴുതിയതാണ്. അന്ധയായ സ്ത്രീയാണ്. 4-ാമത്തെ വയസ്സിൽ ഒരു വ്യാജ ഡോക്ടർ കണ്ണിന് ചികിത്സിച്ച് കണ്ണിൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഈ ഫാനി ക്രോസ്ബി തൻ്റെ ഈ കണ്ണ് ഇല്ലാത്ത കാഴ്ചയില്ലാത്ത അവസ്ഥയിലാണ് ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവൾ ഇത്രയധികം കർത്താവിന് വേണ്ടി ചെയ്തത്. ഒരിക്കൽ ഫാനി ക്രോസ്ബിയെ തൻ്റെ ഈ ചർച്ചിലെ ഒരു റിസപ്ഷൻ ഒരു സ്വീകരണം കൊടുത്തു. അപ്പോൾ ഇവരെല്ലാവരും ഫാനി ക്രോസ്ബിയെ പറ്റി വളരെയധികം ഫാനി ക്രോസ്ബി ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെയൊക്കെ വളരെ വിശദമായിട്ട് അവിടെ സംസാരിച്ചു. അവിടുത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞ് നമുക്ക് ഫാനി ക്രോസ്ബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫാനി ക്രോസ്ബിക്ക് കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ അവൾ ദൈവത്തിന് വേണ്ടി ഇത്രയും ചെയ്തെങ്കിൽ അവൾക്ക് കാഴ്ച കൊടുത്താൽ എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഫാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫാനിക്ക് കാഴ്ചയൊന്നും കിട്ടിയില്ല. പക്ഷെ ഫാനി മറുപടി പ്രസംഗത്തിൽ ഫാനി പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാനിത് പറയുന്നത് ഞാനൊരു റിബലിയസ് ആയതുകൊണ്ടൊന്നും അല്ല പറയുന്നത്. എനിക്കറിയാം എൻ്റെ രൂപം എങ്ങനെയാണെന്ന് പോലും എനിക്കിപ്പോൾ അറിയത്തില്ല. ഞാൻ ഈ ലോകത്തിലെ കാഴ്ചകളൊന്നും കാണുന്നില്ല. എങ്ങനെയാണ് ഈ ലോകം ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്നറിയാം, എൻ്റെ ദൈവം എനിക്കെന്നും ഈ അവസ്ഥയിലല്ല എന്നെ ആക്കുന്നത്. ഒരു നാൾ എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുമ്പോൾ എനിക്ക് ആദ്യം കാണേണ്ടത് എൻ്റെ നാഥനെയാണ്, എൻ്റെ യേശുവിനെയാണ് എന്നാണ് ഫാനി പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ എന്നോട് വന്ന് എൻ്റെ കർത്താവ് ചോദിക്കുകയാണ്, ഫാനി നിനക്ക് കാഴ്ച വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ സ്നേഹപൂർവ്വം ഞാൻ പറയും, എനിക്ക് കാഴ്ച വേണ്ട കർത്താവേ. ഇപ്പോൾ എനിക്ക് കാഴ്ച കിട്ടിയാൽ ഈ ലോകത്തിലെ കാഴ്ചകളാണ് ഞാൻ കാണുന്നത്. ആ കാഴ്ചകൾ കണ്ടാൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ എനിക്കിടയുണ്ടാകും. അതുകൊണ്ട് ലോകത്തിലെ ഒരു കാഴ്ചയും ഇനി എനിക്ക് കാണണ്ട, എനിക്കെൻ്റെ ദൈവത്തെ കണ്ടാൽ മതി. ഫാനി മരിച്ചപ്പോൾ ഇതുപോലെ ഈ പാസ്റ്റർ ഫാനിയുടെ ശവസംസ്കാരം നടക്കുമ്പോൾ പറഞ്ഞു, ഇന്ന് കർത്താവ് ഇവിടെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുവാൻ, ഫാനിക്ക് തൻ്റെ നാഥനെ കാണുവാൻ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമുക്കറിയാം, സ്തേഫാനോസ് മരിക്കുമ്പോൾ സ്തേഫാനോസിനെ റിസീവ് ചെയ്യുവാൻ യേശു എഴുന്നേറ്റ് നിന്നതുപോലെ ഇന്ന് ഫാനിക്ക് വേണ്ടി, ഫാനിക്ക് തൻ്റെ നാഥനെ കൺകുളിർക്ക കാണുവാൻ ആദ്യം കാഴ്ച ലഭിക്കുമ്പോൾ യേശുവിനെ കണ്ട് ഫാനിക്ക് സന്തോഷിക്കുവാൻ ഇന്നുള്ള അവസരമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഫാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ അവസ്ഥ. പ്രിയമുള്ളവരെ, ഇതാണ് ലോകത്തിലെ മോഹങ്ങളിൽപ്പെട്ട് അല്ലെ ലോകത്തിൻ്റെ സന്തോഷം തനിക്ക് കിട്ടിയാൽ അത് തൻ്റെ ജീവിതത്തെ തെറ്റിക്കുമെന്നുള്ള ഭയം കാരണം പോലും കർത്താവിന് വേണ്ടി ജീവിച്ച അനേക വ്യക്തികൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഒരുപാട് പേരുടെ കാര്യം നമുക്ക് പറയുവാനുണ്ട്. പക്ഷേ നമുക്കറിയാം, അതുകൊണ്ട് ഇവരൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്ത്, യേശുവിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇന്ന് നാം ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ അവസാനം വരെ ഈ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ഈ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ, മറ്റുള്ളവരോട് അനുകമ്പയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന കർത്താവിനെ പ്രതിനിധീകരിച്ച് കർത്താവിനെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം ലോകത്തിന് വിറ്റുകളയാതെ, താൽക്കാലികമായ ലോകത്തിലെ സുഖത്തിന് വേണ്ടി വിറ്റുകളയാതെ, അങ്ങനെ ഏശാവിന് അനുഗ്രഹം നഷ്ടപ്പെടുത്തിയതുപോലെ നമുക്കും ആ അനുഗ്രഹം നഷ്ടപ്പെടുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്ത് ലോകത്ത് ജീവിച്ച്
നാം ലോകത്തിൻ്റെ സുഖങ്ങളെ, താൽക്കാലിക സുഖത്തെ മാറ്റി നിർത്തി നമുക്ക് ദൈവം തന്നിരിക്കുന്ന നിത്യത എന്ന വലിയ അനുഗ്രഹത്തിന് ഇടയാക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.